എപ്പോഴാണോ ആത്മീയമായ ദാഹം ഉള്ളിൽ ഉണ്ടാവുന്നത്, അപ്പോൾ തന്നെ ഓടണം ഈശോയുടെ അടുത്തേക്ക്. പൊട്ടക്കിണറുകളിൽ നിന്ന് കുടിച്ചു കുടിച്ച് ശരീരവും ആത്മാവും ഒക്കെ നീ മലിനമാക്കിയില്ലേ? ആത്മീയ ദാഹം ഉള്ളിൽ ഉണരുമ്പോ ചെറു സന്തോഷങ്ങൾ കുടിച്ചിറക്കി അതിനെ ശമിപ്പിച്ചിട്ടില്ലേ? പുൽക്കൂട്ടിലെ ഉണ്ണിക്ക് മാത്രമേ എന്റെ മുഴുദാഹവും ശമിപ്പിക്കാനാവൂ. ആ ആഗ്രഹത്തോടെ നമുക്ക് നടന്നടുക്കാം ഈശോയുടെ അടുത്തേക്ക്. അവനിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകിയിറങ്ങും എന്നുകൂടി വചനം പറയുന്നുണ്ട്. അവനിൽ നിന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ നിന്നും അവന്റെ സ്നേഹവും കരുണയും മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുമത്രേ. ഉള്ള് മലിനമായതുകൊണ്ടാണ് നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തികൾ പോലും മലിനമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമുക്ക് ജീവജലത്തിന്റെ ഉറവയിലേക്ക് പോവാം.